ब्लड कैसे आ रहा? अच्छा सिर्फ चाकू ने हमला किया उस पे। ऐसे क्यों किया इसने इसको धक्का ने? ഇതിന്റെ ഒരു ബിറ്റ് നെറ്റിൽ എന്താ എന്താ രാമനുണ്ണി പ്രശ്നം? ഒന്നുമില്ല, ചെറിയൊരു കുടുംബ വഴക്ക്. किसी की फैमिली से है शायद ये आदमी ना, पता नहीं क्या लगता है। ശിവ, അല്ല അകത്ത് എന്താ ഉണ്ടായേ? അത് നീ അറിയാറാകുമ്പോ പറയാം. ഉദയഭാനു വരും. മീറ്റിംഗ് കഴിഞ്ഞ് നേരെ എന്റെ വീട്ടിലേക്ക്. मीटिंग करेगा। എന്റെ അമ്മയാണ്. അതൊക്കെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാൻ സ്ട്രോങ് ആയിട്ട് ഒരു കാര്യം പറയുമ്പോ മേലാൽ ഈ തൊലിഞ്ഞ സംശയം എടുത്തിടരുത്. क्या पब्लिश करेगा ये? പ്രഖ്യാപനമുണ്ടായത് NSP സ്ഥാനാർത്ഥി രാമനുണ്ണിയാണെന്ന് ഉറപ്പായതോടെ CDP ഏറ്റവും ശക്തനായ എതിരാളിയായിരിക്കും കളത്തിലിറക്കുക എന്നതും ഇലക്ഷനില് നമ്മ വലിപ്പിക്കും എന്നുള്ളത് സാഗറിന് നന്നായിട്ട് അറിയാം. വെറുതെ തോറ്റാ പോരാ, വെണ്ണീറാവണം. അതുകൊണ്ട് വേണം എനിക്ക് സാഗറിനെ ഗോങ്ങൾ കൊഴുക്കട്ടെ. അഡ്വക്കേറ്റ് രാമനുണ്ണി ഇന്ന് വൈകിട്ട് 5 മണിക്ക് പോലീസ് സ്റ്റേഷൻ മൈതാനിയിൽ നിങ്ങളെ അഭിസംബോധന ചെയ്തു. एड्रेस करेगा ना 5 बजे आएगा। लोग भी आएंगे, अनाउंसमेंट कर लो। എതിരാളികളെ രാഷ്ട്രീയമായി നേരിടുക എന്നുള്ളതാണ് നമ്മുടെ പുറത്തു പറയുന്ന നയം. കഴിയുന്നത് വരെ അണികൾ ചിലപ്പോൾ എമോഷണലായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് പറയുമ്പോൾ അനുസരിക്കുന്ന പോലെ ചെയ്യണ്ടെന്ന് പറയുമ്പോഴും ये बड़ा भयंकर है, कैसे फेंका उसने उसे बाहर कमरे से। സഖാവിന്റെ പേരെപ്പോഴാണ് ഡിക്ലെയർ ചെയ്യുന്നത്? ഓന്റെ സമ്മേളനം കഴിഞ്ഞിട്ട് രാത്രി കൃത്യം 8 മണിക്ക് ചെമ്പാറ ലാസ്റ്റ് ദിവസം. അതെ, അപ്പൊ കളി കാണാം. നമ്മള് ഒന്ന് രാജിവെച്ച വേണ്ട, എന്താ MLA സ്ഥാനം പോലും പോട്ടെ പുല്ലെന്ന് പറഞ്ഞിട്ട് വലിച്ചെറിഞ്ഞ് കളഞ്ഞിറങ്ങി പോകുന്ന ആളാണ് ഈ രാമനുണ്ണി. എന്താ അതാണ് രാമനുണ്ണിയെ NSPക്ക് സ്വീകാര്യനാക്കിയത്. ഞാനിപ്പോ ഇതിനൊക്കെ കൂടുതൽ പറയുന്നത് ഇനി അങ്ങനെ തുടങ്ങണതായിരുന്നു പതിവ്. ഇന്നിപ്പോ ഒരു ദിവസം അങ്ങനെ തുടങ്ങിയാലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ കൂടിയിരിക്കുന്നവരിൽ അധികവും എന്നെ തൂക്കിക്കൊല്ലണമെന്ന് കേട്ടാൽ അത് കാണാൻ ഇതിൽ കൂടുതൽ ആളുണ്ടാവുമെന്ന് ഞാൻ. ഒരാഴ്ച മുമ്പ് TV ചാനലുകളുടെ മുമ്പിൽ നിന്ന് എന്റെ അമ്മ രണ്ടാമതൊരു പേരിടൽ കർമ്മം നടത്തി. പുതിയ ശശി. ഇതൊക്കെ ഒരാൾക്ക് മാത്രമുള്ള പേരാണോ? അല്ല, വർഗവഞ്ചകൻ എന്ന പേര് ഇതിനു മുമ്പും പാർട്ടിക്കാർ ഒരുപാട് പേർക്ക് അമ്മമാരെന്ന് വിളിച്ചാലും അത് കേൾക്കാൻ ഒരു സുഖ അല്ലേ? എന്താണ് ഇതുകൊണ്ട് പറയാലോ, പശുവിന്റെ അകിട്ടില് ബ്ലേഡ് വെക്കാൻ നോക്കിയ കറവക്കാരനെ തല്ലണോ വേണ്ടയോ? ഒരു പ്രവാസി വ്യവസായിക്ക് വെറും ചായക്കാശിന് കൈമാറാൻ ഇവിടുത്തെ ജില്ലാ സെക്രട്ടറി അമ്പാടി മോഹനൻ ശ്രമിച്ചപ്പോ सपोर्ट मिलता उसको। ചരിത്രം കാണിച്ച് അടി കൊടുക്കാതെ വിടരുതെന്ന് സഖാവ് രാഘവൻ പറഞ്ഞിട്ടുണ്ട്. രക്തസാക്ഷി രാഘവൻ, എന്റെ അച്ഛൻ. अच्छा भाषण भी करना गुंडे तो नहीं बुला रहे ഇവിടെ इसके घर के सामने खड़े हो गए ना CDP पार्टी वाले। അത് ഒരുപാട് പേരെ കിട്ടില്ല. പോലീസ് പുറകിലുണ്ടല്ലോ. निकाल दे उसने। ഉണ്ടല്ലോ, മുമ്പിലുണ്ട് പുറകിലുണ്ട്, അതുകൊണ്ട് പേടിക്കണം. മെമ്പറുടെ വീടല്ലേ, ആദ്യം ഞങ്ങൾ കയറി ഒന്ന് നോക്കട്ടെ, എന്നിട്ട് മതി. പ്രൊട്ടക്ഷനൊക്കെ പുറത്തു മതി. അകത്തായാലും പുറത്തായാലും പ്രൊട്ടക്ഷൻ ഞങ്ങളുടെ ജോലി. കഞ്ഞോടിക്കട്ടെ. चलिए നമസ്കാരം. ഇവനെന്താ
താങ്ക് യു വെരി മച്ച്. ടി സി താൻ പുറത്ത് വെയിറ്റ് പറഞ്ഞിട്ട് പോവാം. ദാ എടുത്തു വെച്ചിട്ടുണ്ട്. डिनर बना रखे हैं। ഇവിടെ മെഴുക്ക് പുരട്ടിയ പൈങ്കിളി വാചകങ്ങള് बाहर में कैसे कर रहे थे तुम? ഭയങ്കര പറയരുത്. അമ്മ ഇതൊക്കെ വായിച്ചുണ്ടോ സഖാവേ? ഞാൻ വായിച്ചിട്ടില്ല, വായിച്ചു കേട്ടിട്ടുണ്ട്. വലുതായി ഉജാലെ മുങ്ങി നിൽക്കല്ലേ സഖാവ് മകൻ. കുഞ്ഞായിരിക്കുമ്പോ അപ്പി दूसरी पार्टी में चलेंगे ना, इसलिए गुस्सा नाराज है। ഈ വാ क्योंकि इसके पापा थे ना उस पार्टी से, जैसे वो चाहते नहीं थे कि वो छोड़े वहाँ। ये सारे बाहर ही खड़े हो रखे। फिर से आ गया वो जिन्होंने उसके घर पे हमला किया था। इतनी भीड़, वो बोल नहीं रहा था जितने लोग इकट्ठा कर सकते। शिट शिट। अब खतरा हो जाएगा इसके लिए। हाँ पुलिस बचा नहीं पाएगी उसे। गन एक्टिव कर दी। രാമണ്ണി പീഡിപ്പിക്കാനാ അവർ ഒരുപാട് പേരുണ്ടെന്ന് തോന്നുന്നു. ഇത്രയും പോലീസുകാരെ വെച്ച് എന്തുണ്ടാക്കാനാ? ओ भाई इतने सारे हो तो। मैं दो निकाल दूंगा। टॉर्च से क्या करेगी इसके बाद? ഇത്രയും ബന്ധമുള്ളപ്പോ ഇതിനെ ടോർച്ച്. രാമണ്ണി അതെ ബാലുസാറിനോട് പറഞ്ഞിട്ട് കുറച്ച് പേരോട് വരാൻ. ओ उसने बंद कर उसने चाबी लगा दी उसमें टॉर्च से क्या करेगी? लॉक कर दिया ताकि ये बाहर न जा पाई ना। ओ कितने सारे हो, नारे लगा रहे हो, नेगोशिएट कर रहे हो। अभी तो एक को आने दिया होगा ना बस। क्या बात करना चाहता है ये? अच्छा इसकी माँ करेगी बात। എന്താ സഖാവ്? उसे देख लिया मैंने। കമ്മ്യൂണിസ്റ്റ് ഡെമോക്രാറ്റിക് പാർട്ടി ഏറ്റവും നിർണായകമായ ചരിത്രപ്രധാനമായ ഒരു ഉപതെരഞ്ഞെടുപ്പ്. ഇന്ന് CDP സംസ്ഥാന ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നു. ഞാൻ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയാണ്. इसकी मम्मी को करेगा वो पक्का। हाँ देखो देखो ये दूसरे पार्टी से ये कैंडिडेट दोनों आपस में सबसे जानबूझ के गया। നമ്മുടെ സ്ഥാനാർത്ഥി സഖാവ് രാഗിണി CDP पार्टी बेटे के खिलाफ NSP से। പാർട്ടി എടുക്കുന്ന തീരുമാനങ്ങൾ എപ്പോഴും ശരിയായിരിക്കുമെന്നും എനിക്കറിയാം. रेड कलर है ना इनकी पार्टी का। टेंशन होने लग गई इसको। टेंशन में आ गई। माँ बेटे दोनों लड़ेंगे। पार्टी के नहीं CDP। ओ लगे हैं दोनों में प्रचार प्रसार में। नॉमिनेशन भी हो गया उनका। ऐसे होता है इलेक्शन के टाइम, खाना पीना बस। ചന്ദനത്തിരി കത്തിച്ചു साथ में गा रहे हैं। घर में साथ में रहते हैं मम्मी कैसी है ना।
अच्छा किसी शादी में जा रखे हाँ इसके पापा മുന്നണി തമ്മിൽ പോരാട്ടം വഴിയരികിൽ വാക്കേറ്റം വോട്ടിനു വേണ്ടി कवाड़ आ गया इसने എന്ത് തോന്നുന്നു സംഗതി അതുകൊണ്ടായിരിക്കും. അമ്മയല്ലേ ഓപ്പോസിറ്റ് അച്ഛൻ നിന്നാലും ഞാൻ ജയിക്കും സാർ. പിന്നെന്താണോ NSP യുടെ മുഴുവൻ വോട്ടും ബാനു സാർ എതിർ പാർട്ടിക്ക് മറിക്കും എന്ന് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ഭാനുമായിട്ട് സംസാരിക്കട്ടെ. ചെല്ല്. ആ ചേത്ത് കൂടുതലും അതാണ് വേണ്ടത്. എങ്ങനെ അല്ല താൻ വരുന്നില്ലേ ഫുട്ബോൾ കളിയാണ്? ആ ബെസ്റ്റ്. നാളെ ഇലക്ഷൻ കൺവെൻഷനാ. മുമ്പ് ഞാൻ കളിച്ചിട്ടുള്ളതാ. താനൊന്ന് ഫ്രഷ് ആയി നിൽക്ക്, ഞാൻ വന്ന് കൂട്ടിക്കോളാം. ഓ फुटबॉल मैच देखने जा रहे हैं क्या? लास्ट है ना? अच्छा പോകുന്നു. ഇന്നത്തെ വാശിയേറിയ കലാശ പോരാട്ടത്തിലേക്ക് മുട്ടുന്ന ടീമുകൾ കേരളാട് സ്റ്റാലിയൻസും പറ്റത്തില്ല. ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഇവിടെ എന്തുവാണ്? ഇവിടെ ആ ചാട്ടം എടുത്തേ. എന്റെ ചന്ദ്രേട്ടാ അത് നോക്കിയിട്ട് ഒരു കാര്യമില്ല. DVSP പോൾസൺ സാർ പറഞ്ഞിട്ടാ നമ്മുടെ രാമനുണ്ണിക്ക് കൂടെ വരും. അത് തന്നെയല്ലേ ചന്ദ്രേട്ടാ ഞങ്ങൾ ചെയ്യാൻ നോക്കുന്നത്. അതിനിടയ്ക്ക് ബഹളം വെച്ചാൽ അങ്ങനെ ചേട്ടാ വാ. 2 ദിവസം ഉണ്ടോ ആ ഹൈറ്റ് പേടിയില്ലേ വാളി പോയി. ചേട്ടാ ചേട്ടാ നമ്മുടെ ക്ലബിന്റെ ഒരു റിക്വസ്റ്റ് ഉണ്ട്. ചെറിയൊരു കാര്യമാണ്. എന്താ? ആദ്യത്തെ കുറച്ചു നേരം ഒരു कमेंट्री के लिए बोल रहा है उसको ശരിയാവില്ല ശരിയാവില്ല വേണ്ട വേണ്ട ചേട്ടാ വാ ചേട്ടാ 10 മിനിറ്റ് മതിയെന്നേ. പോയാലോ ചിലപ്പോ കുറച്ച് വോട്ട് പിടിക്കാൻ പറ്റുമോ? പിടിക്കാൻ പറ്റുമോ? चले गया वहाँ कमेंट्री करने മത്സരത്തിന്റെ ആദ്യ മിനിറ്റുകളിലെ കളി പറയുന്നത് ഏറനാട് സ്റ്റാലിയൻസ് ടീമിന്റെ മുൻ ക്യാപ്റ്റനും कैप्टन भी रह चुका है ये തോക്കുമെന്നുള്ള കാര്യം ഉറപ്പായി. വെറുതെ അവിടെ ഞാൻ ഇരുന്നാ മതിയായിരുന്നു. പ്രായം ചെല്ലുന്തോറും അങ്ങനെ സാർ ഞാൻ ഫുട്ബോളാണ് ഉദ്ദേശിച്ചത്. पुलिस वाले को थोड़ा थोड़ा दिखा रहे हैं किसी किसी समय ഇവിടെ നടക്കുന്നത് ചാട്ടുളി പോലുള്ള ഷോട്ടുകളും अच्छे से कर പുതിയ रहे പാസുകളുമായി സ്റ്റാലിയൻ Okay. ഈ കളിയിലെ കമന്ററി പറഞ്ഞു തീർക്കാതെ ഗാലറി പോയി കളി കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഗാലറിയിലേക്ക് നീങ്ങുകയാണ്. നിങ്ങളുടെ സ്നേഹമുള്ള अपनी वोट के लिए बोल दिया ഈ കളി ഞാൻ കണ്ടിട്ടുണ്ട്. പൗളിന്റെ ഉസ്താദ അന്നൊരു റെഡ് കാർഡ് കിട്ടി. ओ സ്റ്റാലിയൻസിന്റെ മുന്നേറ്റം 7-ാം നമ്പർ താരം ജാബിർ കൊടുത്ത പാസിലൂടെ येलो टीम के सपोर्ट में था ये हाँ कुछ हो रहा कर रहा है हाँ एक ही तो अभी गोल ये भी आगे होगा ना उधर हम ऐसे सिटी वाले हैं नहीं अच्छा रेड वाली टीम जो है वो इनकी तरफ से है दोनों रेड रेड ही करते हो अच्छा रेड टीम इनकी होगी ഞാൻ കമന്ററി പറയാൻ പോയപ്പോൾ കോഹ്ലി താൻ കേട്ടല്ലേ? പറ്റാത്ത പണിക്ക് പോണ്ടെന്ന് പറഞ്ഞല്ലേ. है ये बेहोश कैसे हो गया नीचे क्यों गिर गया अभी तो ठीक था മോഹൻ എന്ത് പറ്റി? ഹാർട്ട് അറ്റാക്ക് അടിച്ചോ? അയാൾക്ക് എവിടുന്ന ഹാർട്ട്? डॉक्टर क्यों नहीं बुला रही है സ്പോർട്സ് കൗൺസിലിലെ ഡോക്ടർമാരും ഇല്ലേ ഇവിടെ? तो भीड़ को इकट्ठा कर दिया वैसे तो उसको और सांस नहीं मिली नहीं डॉक्टर हाँ स्पोर्ट्स वाले डॉक्टर था ना नहीं नहीं अभी अरे ब्लड कैसे आ रहा अच्छा किसी ने हमला किया उस पे अच्छा शॉट किसी ने गोली मारी गोली मारी इसको किसी और को तो नहीं मारना चाहते थे वो गलती से इस पे लग गई ओहो जाम ना लग जाए तो जाम कैसे लगेगा वो तो अलग बैठा हुआ है उसको थोड़ा अरे ऐसा हो सकता है कि लोग बोलेंगे उसने करवाया
वो बोल सकते हैं पर ऐसा कोई सबूत नहीं है ना। भीड़ देखो कितनी, मर गया था। സീൻ കവറി എസ്പിക്ക് റിപ്പോർട്ട് ചെയ്ത് കൂടുതൽ ഫോഴ്സിലേക്ക് പറ മൂവ് भीड़ कितनी इकट्ठी हो रही है वहाँ। भीड़ तो होगी फुटबॉल मैच के बीच में ऐसा कुछ हुआ तो। നേരെ വണ്ടി വീട്ടിലേക്ക് എടുക്കണം. ഇത് കളി വേറെ. ഇനി വീട്ടിൽ നമ്മുടെ ഓഫീസ് കത്തിക്കും. നമ്മുടെ പ്രവർത്തകർക്കെതിരെ ആക്രമണം ഉണ്ടാവും. നമ്മൾ എല്ലാവരും സംയമനം പാലിക്കണം. ആ രാമനുണ്ണി, क्या बातें कर रहे हैं? देखो उस पे इल्जाम लगा दिया। अबे देखो वो क्यों करेगा ऐसे? എന്റെ നേരെ തോക്ക് ചൂണ്ടി ഓൻ പറഞ്ഞതാ ഇതുപോലെ മോഹന്റെ നേരെ ചൂണ്ടും അത് പൊട്ടിക്കാനായിരിക്കുന്നു. अच्छा धमकी दी थी ना रामलोने ने। धमकी दी तो उसे मारा थोड़ी, तो आराम से गेम एंजॉय कर रहा था। എന്ത് വന്നാലും ആൾക്കൂട്ടം ഈ ഭാഗത്തേക്ക് കടക്കാതിരിക്കാൻ നിങ്ങളുടെ ആൾക്കാർ നോക്കണം. ഫോഴ്സ് വരുന്നത് വരെ, ഇല്ലെങ്കിൽ ഉള്ള എവിഡൻസ് നഷ്ടപ്പെടും. ദീപകെ ഉടനെ ഇലക്ഷൻ കമ്മീഷനെ ഇൻഫോം ചെയ്തു. റിസർവേഷൻ ചാർട്ട് നോക്കി ഈ ഗാലറിയിലുള്ളവരെ മാത്രം, ഒരാളും ചോരാതെ. ഇലക്ഷൻ മാറ്റിവെക്കും. കിട്ടുന്നില്ല സാർ. കൊല്ലപ്പെട്ടിരിക്കുന്നത് ജില്ലാ സെക്രട്ടറിയാണ്. ആയിക്കര കത്തും. അഡീഷണൽ ഫോഴ്സ് സാറിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയാണ്. ഇപ്പോൾ കിട്ടിയ വാർത്ത, അമ്പാടി മോഹനൻ കൊല്ലപ്പെട്ടു. वो न्यूज में भी आ गया। ഗാലറിയിലെ രാമനുണ്ണിയുടെ സാന്നിധ്യം CDP പ്രവർത്തകരിൽ സംശയം ജനിപ്പിച്ചിട്ടുണ്ട്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം മൃതശരീരം പോലീസ് ഇപ്പോൾ CDP സംസ്ഥാന സെക്രട്ടറി പി സുഗതൻ സംഭവ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അദ്ദേഹം പ്രവർത്തകരുമായി ദുഃഖം പങ്കുവയ്ക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. ഇത് पर क्या पता किसी और ने मारा होगा। പ്രവർത്തകർ ആരിൽ നിന്നും തന്നെ വികാരപരമായ പ്രതികരണം ഉണ്ടാകരുതെന്ന് बैठा था अलग से। കീഴ്ഘടകങ്ങളോട് हाँ वही तो नहीं होता उसे मारा है। उदय भानु भी तो है, उन चाहता कि वो बने। हो सकता है। ബാലിസ്റ്റിക് വിദഗ്ധർ എത്തിയിട്ടുണ്ട്. അവർ സംഭവ സ്ഥലം വിശദമായിട്ട് സാർ, ഇതൊരു രാഷ്ട്രീയ കൊലപാതകമല്ലെന്ന് പറയാനുള്ള കാരണം ഊഹാപോഹങ്ങൾ വെച്ച് അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ ഒന്നും മീഡിയ സ്പ്രെഡ് ചെയ്യും. हाँ इसी को तो टारगेट किया जा रहा है। ओह हाँ आ गया, यहाँ क्या हुआ? पुलिस लेके आ रहा है। पूछताछ करने के लिए 10 ദിവസം മുമ്പുള്ള ഒരു ഇൻസിഡന്റ് മീഡിയക്കാരുടെ മുമ്പിൽ അന്ന് അയാളത് നിഷേധിച്ചതാണ്. സഖാവ് वही चीज पूछ रहा हाँ उसने उसी पे रखी थी ना उस दिन, गन पॉइंट पे नहीं रखा था। അതെ സർ. ഇത് ഞാൻ മോഹന് നേരെയും ചൂണ്ടും, അത് പൊട്ടിക്കാനായിരിക്കും. സാർ, യാതൊരു പ്രൊവോക്കേഷനും ഇല്ലാണ്ടാണ് അയാൾ എന്നെ ചവിട്ടി പുറത്തിട്ടത്. എല്ലാവരും കണ്ടാണ്. അകത്ത് നിങ്ങൾ രണ്ടാളും മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അകത്ത് നടന്നാലും किसी को थोड़ी पता कि अंदर क्या हुआ है। ഓ സാർ, वो सब सच कह रहा है ना। നിങ്ങൾക്ക് രണ്ടാൾക്കും आधार कार्ड ഇതിന്റെ ഡീറ്റെയിൽസ് കുറിച്ചെടുത്ത് എനിക്ക് SMS ചെയ്യണം. अच्छा SMS അപ്പൊ ശരി, चेक करेगा। വീട്ടിൽ പോയിരുന്നല്ലേ? उसी के गोले से उससे तो नहीं मारी। പ്രതി ഞാനാവണം എന്നൊരു फंसना जाएगा ये। गोली निकालेंगे तब पता लग चलेगा ना। അല്ലപ്പം ഞാൻ എന്നെ അവര് തന്നെ हाँ दोनों पे कर रहे ना वो डाउट। പോലീസുകാരില്ലേ, അവരിപ്പോ നമ്മുടെ പ്രൊട്ടക്ഷൻ ഉള്ളതല്ല. പിന്നെ നമ്മളിപ്പോ പോലീസ് കസ്റ്റഡി. अच्छा अबे ശ്രമിച്ചോക്കടോ. जा नहीं पाएगा बाहर। एक तरह से अरेस्ट कर लिया उन्होंने। वही उन्हें अच्छा जाने दे रहे। വേണോന്നല്ലേ പറഞ്ഞേ? അയ്യോ അതല്ല, ഞാനിപ്പോ പോയിട്ട് രാവിലെ വരുമ്പോ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവരുന്ന കാര്യം പറഞ്ഞതാ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ हाउस से अरेस्ट कर लिया उन्होंने। തോമസ് സാറേ, തോമസ് സാറേ. ആഹാ, എങ്കിൽ ശരി. വെക്കാനോട് ഇപ്പൊ കോപ്പില് തോക്ക് വാങ്ങിയത് വെറുതെ മനുഷ്യനെ ചുറ്റിക്കാൻ. अच्छा फोन भी नहीं कर पा रहे हो किसी से? राउटर तो लगा रखा उन्होंने कहीं, मतलब क्या बोलते हैं उसे? जैमर लगा रखे ना। जैमर हाँ। अरे टीवी भी नहीं चल पा रहा। सब चीजें बंद कर रखी उन्होंने। സ്ഥലം തഹസിൽദാർ, പിന്നെ അടുത്തുള്ള ഏതെങ്കിലും ഒരു സ്കൂൾ ടീച്ചർ, ഒരു ഫോട്ടോഗ്രാഫർ, ഇവരെ കൂട്ടി ഇപ്പൊ തന്നെ രാമനുണ്ണിയുടെ വീട്ടിൽ. ओ
और रामन ने एक गोली है उसमें मिसिंग। रिवॉल्वर को चेक किया रहा है। तो खुश हो रहा है। അമ്പാടി മോഹന്റെ ശവസംസ്കാര ചടങ്ങ് ബുള്ളറ്റിന്റെ ഗതി മുന്നിൽ നിന്ന് 35 ഡിഗ്രി ഡൗൺവേർഡ് ആണ്. ഷൂട്ട് ചെയ്തിരിക്കുന്നത് 20-22 മീറ്റർ ഡിസ്റ്റൻസ്. തോമസ് ചാക്കോ दोनों इस रो में बैठे थे ना। ബോഡിയിൽ നിന്ന് റിക്കവർ ചെയ്ത ബുള്ളറ്റ്. अभी बुलेट किसकी है ये बता नहीं रहा हूँ। ലൈസൻസ് തോക്കുകളും ADMന്റെ മുമ്പിൽ സറണ്ടർ ചെയ്തിരിക്കുകയാണ്. രാമനുണ്ണിയുടെ തോക്ക് ഒഴികെ. उसमें एक गोली भी तो कम है। किस हाउस से मिली थी वो गन? उसके घर से। അരമണിക്കൂറിനകം പ്രതികളെ അറസ്റ്റ് ചെയ്തിരിക്കും. യു ക്യാൻ വിറ്റ്നസ്. 6 ബുള്ളറ്റുകൾ ലോഡ് ചെയ്യാം. ഇതിൽ 5 ബുള്ളറ്റുകളെ ഉണ്ടായിരുന്നുള്ളൂ. 1 ബുള്ളറ്റ് ഇസ് മിസ്സിംഗ്. एक बुलेट मिसिंग है उसमें। वही तो कह रहे उसमें 5 है क्योंकि 6 होते हैं ना उसमें। पता नहीं किसने किया हुआ है। സർ, ഇത് വെറും ഒരു രാഷ്ട്രീയ കൊലപാതകമല്ല. പേഴ്സണൽ വെഞ്ചൻസ് ആണ് റീസൺ. അതിന് ഈ തോക്കിൽ 2 പേരുടെ പാംപ്രിന്റുകളുണ്ട്. രാമനുണ്ണിയുടെയും തോമസ് ചാക്കോയുടെയും. സർ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തായിരുന്നു. കൊടുത്തു സാർ. Shall I proceed to arrest them? क्या पता गोली घर कोई आया होगा उसने निकाली होगी फिर शूट किया होगा और वापस वही रख दी वापस गन। रख दिया। ऐसे ही होगा। पर शक तो उसी पे ना, डाउट तो नहीं उसी पे हो रहा क्योंकि अगेंस्ट वाले भी है ना, अपोजिशन वाले हैं। ഇവിടെയെങ്കിലും ഇല്ല സർ. Come on, search. Sir. भाग गया। यहाँ से भाग गया। यहाँ से भाग गया। कैसे भागोगा वहाँ से?